അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ. ആ നിസ്കാരത്തിന് തൊപ്പിധരിക്കാൻ തലകളിലൊന്നും കാണൂല. എവരിപടി നിസ്കാരത്തിന് തൊപ്പിധരിക്കാൻ തലകളിലൊന്നും കാണൂല. ബാക്കി പാട്ട് വരുന്നില്ലേ? ആ ജയശങ്കർ വക്കീലിന് പാടാൻ അറിയത്തില്ലെങ്കിൽ പാടാൻ അറിയുന്നവരെ കൊണ്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ സുഹരി ഉസ്താദിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുട്ടോ ഞാൻ. സത്യം പറഞ്ഞാൽ പുള്ളി ക്യാച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പല ആളുകളും വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ പുള്ളി കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. പുള്ളി അതിനുള്ള തക്ക മറുപടി കൊടുക്കുന്നത് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ കാവിക്കളസം ശങ്കരൻ്റെ ചരിത്രം ഒക്കെ നമുക്കറിയാം. കുറേ ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തനി കാവിക്കളസം ശങ്കരനാണെന്നുള്ളത് നമ്മൾ നമ്മുടെ മുമ്പത്തെ 1-2 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ശങ്കരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവി കണ്ടു കഴിഞ്ഞാൽ ശങ്കരനപ്പം മുള്ളി എന്താ പറയുക, കാവി തൻ്റെ ഉള്ളിലെ കാവിക്കോണകം അറിയാണ്ട് പുറത്ത് ചാടുകയും ചെയ്യും. ആ കാവിക്കോണകം ഒരു എളുപ്പമില്ലാണ്ട് എവിടെയും ശങ്കരൻ വിളിച്ച് പറയുകയും ചെയ്യും. ആ സമയത്ത് ശങ്കരൻ കാവി മാത്രമേ കാണുള്ളൂ, ചാണകം മാത്രമേ ശങ്കരൻ കാണത്തുള്ളൂ. ആ ചാണക വർത്താനം മാത്രമേ ശങ്കരൻ പറയത്തുള്ളൂ. അതാണ് നമ്മുടെ കാവിക്കളസം ശങ്കരൻ. ഈ കാവിക്കളസം ശങ്കരൻ കഴിഞ്ഞ ദിവസം ABC മലയാളത്തിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാവിക്കളസം ശങ്കരൻ്റെ ആദ്യത്തെ പാട്ട് നിങ്ങൾ കേട്ട് കാണുമല്ലേ? ആ പാട്ട് എന്നുള്ളത് പണ്ട് കുറച്ച് കാലങ്ങളായിട്ട് തൊട്ടതിനും പിടിച്ചതിനും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ സംഘികളും സംഘി പരിവാണങ്ങളും എച്ചിൽ വാണങ്ങളും പിന്നെ നമ്മുടെ നാട്ടിലെ കൃസംഗി, മുസംഗി, സംഘി, വാണസംഘി, കോണസംഘി, കോണകസംഘി എല്ലാ സംഘികളും എടുത്തിട്ട് അലയ്ക്കുന്ന ഇതാണ് നമ്മുടെ കുന്തിരിക്കത്തിൻ്റെയും അരിയും മലരിൻ്റെയും ഒക്കെ പാട്ട്. അപ്പം ഇവന്മാർ ഇതെടുത്ത് പറയുന്ന സമയത്ത് ഇവന്മാർ മറന്നു പോകുന്ന ചില പാട്ടുകളാണ് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് ശങ്കരൻ്റെ അണ്ണാക്കിലോട്ട്, അതായത് കാവിക്കളസം ശങ്കരൻ്റെ അണ്ണാക്കിലോട്ട് കീച്ചിക്കൊടുത്തത്. അപ്പം അതിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും നമുക്ക് ഉസ്താദ് ഈ പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതായത് ആ പാട്ടിൻ്റെ യഥാർത്ഥ ശില്പികൾ ആരെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പാട്ട് വരട്ടെ. അരിയും മലരും എന്ന ജയശങ്കർ വക്കീലിന്റെ ഇഷ്ടഗാനം ഒന്നുകൂടി അതാണ്. നിസ്കാരത്തിന് തൊപ്പി ധരിക്കാൻ തലകൾ പലതും കാണില്ല. നിസ്കാരത്തിന് തൊപ്പി ധരിക്കാൻ തലകൾ പലതും കാണില്ല. അരിയും മലരും കുന്തിരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാടേണ്ടി വരും. അപ്പം നമ്മൾ കേട്ടാൽ ഈ പാട്ട് ഇതാണ് ഉസ്താദ് ഫസ്റ്റ് കാണിച്ചു കൊടുത്ത പാട്ട്. നമ്മുടെ കാവിക്കളസം ശങ്കരൻ്റെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുത്ത പാട്ട്. എന്തോ ശങ്കരൻ ഇത് കാണില്ല. കാരണം ശങ്കരൻ്റെ കണ്ണിൽ ചാണകമാണ്. അതുകൊണ്ട് തന്നെ ശങ്കരൻ ചാണകത്തിൻ്റെ ഒരു കാര്യങ്ങളും ശങ്കരൻ കാണൂല. ശങ്കരൻ കാണുന്ന ഒരേ ഒരു സാധനം അരിയും മലരും കുന്തിരിക്കും ഒക്കെ ആയിരിക്കും. പ്രായമായി അടുത്ത കാലത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അരിയും മലരും കുന്തിരിക്കും ഒക്കെ കാലിന്മേലും തലയിലും സൈഡിലൊക്കെ വെച്ച് കിടക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക. നമുക്ക് ശങ്കരന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊക്കെ എത്തട്ടെ ശങ്കര, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട്. അപ്പം ശങ്കരൻ ഒരു കാര്യം മനസ്സിലാക്കണം. ശങ്കരൻ ഈ പറഞ്ഞ ABC മലയാളം അല്ലേ, ABC മലയാളം ചാനലിൽ വന്നിട്ട് ABC മലയാളം എന്ന് പറഞ്ഞാൽ ഒരു സംഘ പരിവാണം ചാനൽ. ഈ വാണം ചാനലിൽ വന്നിട്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ശങ്കരൻ്റെ കൂടെ സംസാരിക്കുന്ന ആളുകൾ നമുക്കറിയാം. നമ്മളെ സുനിലും ഒക്കെയാണ്, മറ്റേ വളിയാർ സുനിൽ. വളിയാർ സുനിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ വന്നിട്ട് ഒരു ദിവസം ഒരു 10 വട്ടെങ്കിലും ക്യാമറൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആളുകളെ തമ്മിലടുപ്പിക്കുന്ന എല്ലാ വാർത്തകളും ചെയ്യും. കൂട്ടത്തിൽ 4 തള്ളും കൊടുക്കും. പല രീതിയിലുള്ള തള്ളുകളാണ്, ഭയങ്കര തള്ളുകളാണ്. നിങ്ങൾ വാർത്ത കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഇന്ത്യൻ ഇൻ്റലിജൻസിന് പോലും കിട്ടാത്ത, അല്ലെങ്കിൽ NIA EDക്ക് പോലും കിട്ടാത്ത രഹസ്യാന്വേഷണ വിവരങ്ങളും നമ്മുടെ നാവികസേനക്കോ നമ്മുടെ വ്യോമസേനക്കോ നമ്മുടെ കരസേനക്കോ ഒന്നും കിട്ടാത്ത എല്ലാവിധ തള്ളൽ സ്റ്റോറികളും നമ്മുടെ സുനിലിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സുനിലിൻ്റെ ചാനലിൽ ഇരുന്നിട്ടാണ് ഈ പറഞ്ഞ ശങ്കരൻ തള്ളുന്നത് മൊത്തം. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പം പിന്നെ സുനിലിൻ്റെ കാര്യം പറഞ്ഞാൽ സുനിൽ പ്രസംഗം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്, ഞാനത് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു? കേരളത്തിലെ സിവിൽ സർവീസിലും പോലീസ് സർവീസിലൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വരുന്നുണ്ട്. അതും തലയിൽ തട്ടിട്ട മുസ്ലിങ്ങൾ വരെ വരുന്നുണ്ട്, സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ സുനിൽ പറഞ്ഞത്. അപ്പം തന്നെ നമുക്കറിയാം സുനിലിൻ്റെ ഉള്ളിലെ ആ ഒരു വർഗീയത, ആ ശലം എത്രത്തോളം ഒലിപ്പിച്ചിട്ടാണ് സുനിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പം ആ ചാനലിൽ വന്നിട്ടാണ് നമ്മളെ കാവിക്കളസം ശങ്കരൻ ഈ ഡയലോഗ് അടിച്ചത്. എനിക്ക് ശങ്കരനോട് ചോദിക്കാനുള്ള ഒറ്റൊരു കാര്യം, ശങ്കര ഈ അരിയും മലരും കുന്തിരിക്കും ഒക്കെ കത്തിക്കേണ്ട അവസ്ഥ വരുന്ന അതേപോലെ തന്നെ അല്ലേ ശങ്കര നമ്മൾ നിസ്കരിക്കാൻ തലയിൽ തൊപ്പിടാൻ തല ഉണ്ടാവില്ല എന്ന് പറയുമ്പം അതെങ്ങനെ? ഈ തല എന്ന് ഉദ്ദേശിച്ചത് എന്താ? നിങ്ങളെന്താ മറ്റേ ഇക്കളി കളിക്കണോ? തൊട്ടുകളി വല്ലതും ആണോ പരിപാടി?
തൊട്ടേ വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോലീസും കള്ളനെ കളിക്കും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കള്ളനെ വെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എടാ എടാ ശങ്കര, നീയൊക്കെ ഒരു കാര്യം ചിന്തിക്കണം. നീയൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊണാന്ന് പറഞ്ഞ കൊണയ്ക്കുന്ന സമയത്ത് ചാനലിലൊക്കെ ഇരുന്ന് ഭയങ്കര കൊണകളാണ് നീയൊക്കെ അടിക്കാറ്. ഭയങ്കര കൊണാണ് കൊണ. നിന്റെ കൊണ കേട്ടിട്ട് കൈയടിക്കാൻ 100 കണക്കിൽ ഞാൻ പറഞ്ഞ സംഘപരിവാണങ്ങൾ അവന്മാർ വാണം വിട്ടുകൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെയൊക്കെ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവനൊക്കെ സംസാരിക്കുന്നതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ സംഘികളുടെ വാണം മാത്രമേ നമ്മൾ ആ കമൻറ്റിൽ കാണുകയുള്ളൂ. അതായത് ശങ്കരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ട്? ശങ്കരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളുടെ അപ്പനേക്കാളും സംഘികൾ വില കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ ശങ്കരനൊക്കെ. ഈ ശങ്കരനൊക്കെ ഇരുന്നിട്ട് ഈ അരിയും മലരൊക്കെ ഭയങ്കര ഇത്ര ട്യൂണൊക്കെ കൊടുത്ത് ഇങ്ങനെ സാഹിത്യപരമായിട്ടൊക്കെ പാടുമ്പം തൊട്ടപ്പുറത്ത് തല പോയ അല്ലെങ്കിൽ തല കാണില്ല എന്ന് പറഞ്ഞ ശങ്കരൻ്റെ ആ കാവ്യ ഉടുത്ത് ആ കളസം തന്നെ ഉടുത്ത് ഇപ്പറഞ്ഞ മാതിരി വർത്താനം പറയുന്ന ആൾക്കാരും കൂടെ ശങ്കര കാണണം. പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് കാര്യമില്ല. ശങ്കര ഒരു സമൂഹത്തിൽ ജീവിക്കും, സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാനും സംസാരിക്കാനും ചാവാനുമുള്ള ഒരു ഇത് വേണം നമുക്ക്. സ്വയം നമ്മൾ ആർജിച്ചെടുക്കണം. അതില്ലാണ്ട് ഏത് നേരം ചാണക വർത്താനം മാത്രം പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ പൊന്നു ശങ്കര, ചാവാൻ നേരത്തുണ്ടല്ലോ നിൻ്റെയൊക്കെ വായിലോട്ട് അരി വെച്ച് തരാൻ പോയിട്ട് മൂത്രം വെച്ച് തരാൻ പോയി ഒരു പട്ടിക്കുഞ്ഞ് പോലും നിൻ്റെ ഒന്നും കൂടെ ഉണ്ടാവില്ല. അത് എൻ്റെ ശങ്കരൻ ആലോചിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. ഈ ശങ്കരനോട് കുറച്ച് കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കേക്ക്. വീട്ടിൽ കാത്ത് വച്ചോടാ. നമ്മുടെ ഇന്നത്തെ അതിഥിയായ പ്രശസ്ത ഗായകൻ ശങ്കരൻ വക്കീലിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഒരു ഗാനം സംപ്രേഷണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശങ്കരൻ വക്കീൽ ജനിച്ച് ഇക്കാലം അത്രയും കാത് മുളച്ചിട്ട് കേട്ടിട്ടില്ലാത്തൊരു ഗാനം അദ്ദേഹത്തിന് കേൾപ്പിക്കണമെന്നാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗാനം ഇവിടെ കേൾപ്പിക്കുകയാണ്. 5 നേരം നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണൂല എന്ന ഏറ്റവും രസാവഹമായ വരികളുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് കേൾപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ഇവിടെ നമുക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ച ശങ്കരൻ വക്കീലിന് എല്ലാ നന്ദിയും ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ശങ്കരൻ വക്കീലെ, വാളയാർ സുനിലിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉപജീവന മാർഗമാക്കി നിങ്ങൾ വാങ്ങി പോക്കറ്റ് വെക്കുക. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുക. പക്ഷേ നിങ്ങൾ കേട്ടല്ലോ ശങ്കരൻ, കേട്ടോ ശങ്കര? ഉസ്താദ് എന്ന മറുപടി ശങ്കരൻ കേട്ടോ? ശങ്കര, ഈ അരിയും മലരൊക്കെ വീട്ടിൽ വാങ്ങി വെക്കണ നേരം കൊണ്ട് ഈ നിസ്കരിക്കാനുള്ള തൊപ്പിടാനുള്ള തലയും കാണില്ല, ഇപ്പം തല കുത്താനുള്ള പള്ളിയും കാണില്ല എന്നാണ് പറഞ്ഞത്. പള്ളിയും പൊളിക്കും, പള്ളിയിൽ കയറുന്ന ആൾക്കാരെയും ഇല്ലാണ്ടാക്കും എന്നാണ് ശങ്കര നിൻ്റെ കാവിക്കാർ പറയുന്നത്. നമ്മൾ ഈ കളസം കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും പറയരുത്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ചിന്തകളോ ഒന്നുമില്ല. അതായത് നമ്മൾ ഈ വെറുതെ ഞാനൊരു സാമൂഹ്യ ജീവിയാണ്, ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തെറ്റുകളും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ്, ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, എനിക്ക് ഇഷ്ടം പോലെ ഡിഗ്രികളുണ്ട്, എന്നെ സംഖ്യകൾ താങ്ങി നടക്കുന്നുണ്ട്, ഞാനൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് 4 കണ്ണ് ഞാൻ ഇറുക്കി കാണിച്ചു കഴിഞ്ഞാൽ പൊന്നു ശങ്കര, നിൻ്റെ വായെന്ന് വരുന്ന വാക്ക് അല്ലെങ്കിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടല്ലോ, ആ ഒരു പ്രൊപ്പഗണ്ട തോന്നിയിട്ട് നീ പറയുന്ന ന്യൂസുകൾ, നീ പറഞ്ഞ് വന്ന് കുത്തിയിരുന്ന് ചിലയ്ക്കുന്ന ചിലകൾക്കും ഉള്ള മറുപടിയാണ് പുള്ളി കറക്റ്റായിരുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും ഒരു ഇച്ചിരി ലേശം ഉള്ളിപ്പ് എന്ന് പറഞ്ഞ സാധനം ശങ്കര എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു ന്യൂസ് ചെയ്യാൻ പറ്റും. ABC എന്തായാലും നമ്മുടെ സുനിൽ അമ്മയ്ക്കില്ല. ABC നീ ഈ പറഞ്ഞ മറ്റേ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ അവിടെ നിന്ന് എടുത്ത് തൂക്ക് കയറിയും. അപ്പോൾ കിട്ടുന്ന അന്നം കിട്ടണമല്ലോ നമുക്ക്, അല്ലേ? നമുക്ക് ഈ പറഞ്ഞ 4 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചിട്ട് അല്ലെങ്കിൽ അവന്മാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് കിട്ടുന്ന ചോറ് തിന്ന് തൂറണമല്ലോ നിനക്കൊക്കെ. അല്ലെങ്കിൽ നിനക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കുകളൊക്കെ വായിലോട്ടും നീ ചോറാണല്ലോ തള്ളി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ലേശം ഉളുപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്റെ അരിയും മലരും പാട്ട് നീ പാടി അതേ നിന്റെ നാവ് കൊണ്ട്, നിന്റെ പുഴുത്ത ചാണക നാവ് കൊണ്ട് ഇപ്പുറത്ത് വന്നിട്ട് നീ ഒന്ന് പാടി നോക്കി ഇക്കാര്യം. അതായത് 5 നേരം നിസ്കരിക്കാൻ തലയിൽ തൊപ്പി വെക്കാൻ തല കാണില്ല എന്നുള്ളതും 5 നേരം നിസ്കരിക്കാൻ തല കുത്താൻ പള്ളി കാണില്ല എന്നുള്ളതും കൂടെ നിൻ്റെതായിട്ടുള്ള ശൈലിയിൽ നീ ഒന്ന് പാടി നോക്ക്. നിനക്ക് പാടാൻ പറ്റില്ല. പാടിക്കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി ശങ്കരൻ തീർന്നു. കാരണം ശങ്കരൻ ഇപ്പം അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തന്നെ പണ്ടത്തെ ശങ്കരൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞു. ഇപ്പോഴത്തെ ശങ്കരൻ പിടിച്ചു നിൽക്കുന്നത് ഈ വാർദ്ധക്യകാലത്ത് അരിയും മലരൊക്കെ വീട്ടിൽ വാങ്ങി വെച്ച് ഏത് നേരം ചാകുമ്പം അരി വായിക്കരിട എന്ന് വെച്ചിട്ട് നിൽക്കുന്ന ശങ്കരൻ ഇപ്പം തിന്നുന്നത് ഈ പറഞ്ഞ എച്ചിൽ സംഘപരിവാണങ്ങളുടെ ആസനം നക്കിയിട്ട് കിട്ടുന്ന തീട്ടത്തിൻ്റെ ഭാഗം തന്നെ വേണം നമ്മുടെ ശങ്കരൻ ഇപ്പം തിന്നുന്നത്. ആ ശങ്കരൻ ഒരിക്കലും
മറ്റേ പാട്ട് പാടില്ല. ശങ്കരൻ ഇപ്പോൾ പാടിയ അരിയും മലരും മാത്രമേ പാടുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ എന്താ പറയുക ബുദ്ധിജീവികളാണ് നമ്മുടെ ഈ നിഷ്പക്ഷ സംഘികളുടെ നേതാവ് എന്ന് ആലോചിക്കുമ്പം എന്ത് രസമല്ലേ.